നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളുടെ ക്രിസ്തുമതത്തെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യവും ജിജ്ഞാസയും കൗതുകവും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ആദിമ മതമാണ് കത്തോലിക്ക സഭ. ആ കത്തോലിക്ക സഭയിൽ വിവിധ വിഭാഗങ്ങളുണ്ട്. അത് സീറോ മലബാർ, റോമൻ കാത്തലിക്, അതുപോലെ തന്നെ ലത്തീൻ കാത്തലിക്, ഇങ്ങനെ അത് പല വിഭാഗങ്ങളാണ്. അത് കൂടാതെ ഓർത്തഡോക്സ് സഭയുണ്ട്. ആ ഓർത്തഡോക്സ് സഭയോടൊപ്പം തന്നെ ഉള്ള ഒരു പുതിയ ഓർത്തഡോക്സ് സഭയാണ് ബിലീവേഴ്സ് ഓർത്തഡോക്സ് സഭ. കൂടാതെ യാക്കോബായ സഭ, അത് കൂടാതെ മർത്തോമ സഭയുണ്ട്, ഇവാഞ്ചലിക്കൽ സഭയുണ്ട്, CSI സഭയുണ്ട്, CMS സഭയുണ്ട്, സാൽവേഷൻ ആർമി സഭയുണ്ട്. ഇങ്ങനെ ഉള്ള സഭകൾക്ക് പുറമെ കുറെ പെന്തക്കോസ്ത് സഭകളുണ്ട്. ഇതെന്തിനാണ് ഈ സഭകളുടെ എല്ലാം പേര് പറയുന്നത് ചോദിച്ചാൽ അതിൽ നിന്നാണ് ഇതിന്റെ ഈ കഥയുടെ ചുരുളഴിയാൻ പോകുന്നത്. അസംബ്ലീസ് ഓഫ് ഗോഡ്, ഗ്ലോബൽ മിഷൻ, IPC ചർച്ച്, ഷാരോൺ പെന്തക്കോസ്റ്റ്, ചർച്ച് ഓഫ് ഗോഡ് സ്റ്റേറ്റ്, ചർച്ച് ഓഫ് ഗോഡ് റീജിയൻ, ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച്. ഇതിന്റെ ഒരെണ്ണത്തിന്റെ ആസ്ഥാനം പായിപ്പാടാണ്. അതുകൂടാതെ മറ്റൊരു ന്യൂ ഇന്ത്യ ചർച്ച് ഉണ്ട്. അതിന്റെ ആസ്ഥാനം കോട്ടയത്തിന് സമീപത്തുള്ള ചിങ്ങവനം. ഇലോഹിം. അതുകൂടാതെ ദൈവസഭ എന്ന പേരിൽ ഒരു സഭയുണ്ട്. അതിന്റെ പേര് ദൈവസഭ എന്നാണ്. ഫിലഡൽഫിയ, അങ്ങനെ ഒരു പെന്തക്കോസ്റ്റ് സഭയുണ്ട്. സെവൻത് ഡേ എന്ന ഒരു സഭയുണ്ട്. അത് പെന്തക്കോസ്റ്റ് സഭയല്ല, എന്നാൽ പെന്തക്കോസ്റ്റ് ആശയങ്ങളാണ് അവരുടെ സഭയിലുള്ള. യഹോവയുടെ സാക്ഷികൾ എന്നൊരു സഭയുണ്ട്. അത് ക്രിസ്തീയ സഭയാണെന്ന് പറയുന്നുവെങ്കിലും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെയാണ് ക്രിസ്ത്യാനികൾ, അല്ലെങ്കിൽ അവരുടെ സഭകൾക്കാണ് ക്രിസ്തു സഭകൾ എന്ന് പറയുന്നത്. യഹോവയുടെ സാക്ഷികൾ യേശുവിനെ ദൈവമായി അംഗീകരിക്കാത്തതായതുകൊണ്ട് അവരെ ക്രിസ്ത്യാനികളെന്നോ അല്ലെങ്കിൽ ക്രിസ്തു സഭയെന്നോ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അതേപ്പറ്റി ഞാനിവിടെ പ്രതിപാദിക്കുന്നു. TPM എന്ന ഒരു പെന്തക്കോസ്റ്റ് സഭയുണ്ട്. TPMന്റെ മുഴുവൻ പേര് ദ പെന്തക്കോസ്റ്റ് മിഷൻ എന്നാണ്. ഈ സഭയുടെ നേരത്തെയുള്ള പേര് സിലോൺ പെന്തക്കോസ്റ്റ് എന്നായിരുന്നു. ഈ സഭ ശ്രീലങ്കൻ പുലികൾ രാജീവ് ഗാന്ധിയെ വധിച്ചതിന് ശേഷമാണ് അവർ ഈ പേര് മാറ്റി ദ പെന്തക്കോസ്റ്റ് മിഷൻ അഥവാ TPM എന്ന് പേരിക്ക് ചുരുക്കിയിരിക്കുന്നത്. ഇനിയുമാണ് രസകരമായ വിഷയത്തിലേക്ക് കടക്കുന്നത്. ചില സഭകളുടെ പേര് ഞാൻ ഇതിൽ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഒരു ക്രിസ്തുവിന്റെ പേരിൽ 1000 സഭകളാണ് കേരളത്തിലുള്ളത്. ഇന്ത്യ മുഴുവൻ കാണും, അല്ലെങ്കിൽ ലോകം മുഴുവൻ കാണും. ഈ സഭകൾ തമ്മിലുള്ള വൈരുദ്ധ്യം കേൾക്കുമ്പോൾ ക്രിസ്ത്യാനികളല്ലാത്തവർ തലയിൽ താടിക്ക് കൈ കൊടുത്തിരുന്ന് കേൾക്കും. അത്രയും ഒരു വിഷയമാണിത്. ആദ്യം നമുക്ക് കത്തോലിക്ക സഭയിലേക്ക് തന്നെ പോകാം. കത്തോലിക്ക സഭ ഒരു സഭയ്ക്കും അവരുടെ പെണ്ണിനെ കൊടുക്കുകയില്ല. എന്ന് പറഞ്ഞാൽ സഭയുടെ അനുമതിയില്ല ഒരു കത്തോലിക്ക പെണ്ണിനെ മറ്റൊരു സഭയിലേക്ക് വിവാഹം ചെയ്തു വിടുവാൻ. അപ്പോൾ നിങ്ങൾ ഓർക്കും, എന്റെ വീടിനടുത്ത് കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് കത്തോലിക്ക പെണ്ണിനെയാണല്ലോ, അവർ കത്തോലിക്കരല്ലല്ലോ. അവളെ ആ സഭയിൽ നിന്നും വിട്ടുകളഞ്ഞതാണ്. ആ സഭ ഇവരെ മറ്റൊരു സഭയിലേക്ക് വിവാഹം കഴിക്കണമെന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ മെമ്പർഷിപ്പ് സഭയിലെ ക്യാൻസലാക്കി കളയും. ഈ പെൺകുട്ടിയുമായി ഇനി മേലാൽ ഞങ്ങൾക്കൊരു ബന്ധമില്ലെന്ന് അവർ തീരുമാനിക്കുകയും ചെയ്യും. അതാണ്, അങ്ങനെയുള്ള പെണ്ണിനെയാണ് മറ്റൊരു സഭയിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി അടുത്തത്, ഓർത്തഡോക്സ് സഭ മറ്റൊരു സഭയ്ക്ക് കൊടുക്കുകയില്ല അവരുടെ പെൺകുട്ടിയെ. അഥവാ മറ്റൊരു പെൺകുട്ടി അവരുടെ സഭയിലേക്ക് വരണമെങ്കിലും അവളെ ഓർത്തഡോക്സ് സഭയിൽ ചേർക്കണം. ഏതെങ്കിലും ഒരു സഭയിൽ ചേർത്തെങ്കിൽ മാത്രമേ അവളെ അവർ വിവാഹം കഴിക്കുവാൻ സമ്മതിക്കുകയുള്ളൂ. ഓർക്കുക, കത്തോലിക്ക സഭ വേറൊരു സഭയ്ക്ക് കുറി കൊടുക്കുകയില്ല. ഓർത്തഡോക്സ് സഭ മറ്റൊരു സഭയ്ക്ക്, സമുദായമെന്നാണ്
അവരെതിരെ വേറൊരു സഭയിലേക്ക് പെൺകുട്ടിയെ കൊടുക്കുകയില്ല. പെന്തക്കോസ്തുകാർ അസംബ്ലീസ് ഓഫ് ഗോഡും ഗ്ലോബൽ മിഷനും IPCയും ഷാരോനും ചർച്ച് ഓഫ് ഗോഡും സ്റ്റേറ്റും റീജിയനും ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ചിങ്ങവനവും പായിപ്പാടും ഷാരോൺ സഭയും ഇതെല്ലാം ഒരു പെന്തക്കോസ്റ്റ് വിഭാഗത്തിൻ്റെതായതുകൊണ്ട് അവർ പരസ്പരം സഭയുടെ അനുമതി അഥവാ കുറി കൊടുക്കുക എന്ന് പറയും. സഭയുടെ അനുമതി മറ്റൊരു സഭയിലേക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ വേണ്ടി കൊടുക്കും. അല്ല, ഇതിൽ TPM എന്ന് പറയുന്ന സഭ ഒരു സഭകൾക്കും, അവരും പെന്തക്കോസ്താണ്, പക്ഷെ ഒരു സഭകൾക്കും അവർ വിവാഹത്തിന്റെ അനുമതി നൽകയില്ല. സഭയുടേതായ അനുമതിയിലൂടെ കൊടുക്കുന്ന സ്ഥാനത്തിന്റെ പേരാണ് കുറി കൊടുക്കുക എന്ന് പറയും. ആ കുറി കൈമാറ്റം നടത്തുകയില്ല. യഹോവയുടെ സാക്ഷികൾ ആർക്കും കുറി കൊടുക്കുകയുമില്ല, ആരുടെയും കുറി വാങ്ങുകയില്ല. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടല്ലോ. ഓരോ സഭകളും, ഒരു ക്രിസ്തുവിന്റെ പേരിലുള്ള ഈ സഭകളെല്ലാം പരസ്പരം വിവേചനം കാണിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത്. ഇവർ എല്ലാവരും ക്രിസ്ത്യാനികളെന്നല്ലേ നമ്മൾ പറയുന്നത്. ഇവർ ക്രിസ്ത്യാനികളല്ല. ഇത് വെറുതെ പറയുന്നതാ. സഭയുടെ ചട്ടക്കൂട് തെറ്റിക്കാൻ ഇവരാരും സമ്മതിക്കയില്ല. പെന്തക്കോസ്റ്റിലെ കുറെ സഭകൾ മാത്രമേ പരസ്പരം കുറി കൊടുക്കുകയുള്ളൂ. പെന്തക്കോസ്റ്റ് പെണ്ണിനെ ഒരു കാരണവശാലും CSIയിലോ CMSലോ യഹോവയുടെ സാക്ഷികളുടെ കൂടെയോ ഓർത്തഡോക്സ് സഭയിലോ പാത്രിയാർക്ക് സഭയിലോ കത്തോലിക്ക സഭയിലോ വിവാഹം ചെയ്തു കൊടുക്കാൻ സഭ സമ്മതിക്കുകയില്ല. ഇത് തന്നെയാണ് കത്തോലിക്ക സഭയും. പെന്തക്കോസ്തുകാർക്ക് മാത്രമേ പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ കൊടുക്കുകയുള്ളൂ. ചിലപ്പം വിവാഹമല്ല ആലോചിച്ച് വരുമ്പോഴായിരിക്കും പെണ്ണിന്റെ ചെറുക്കന്റെ ആളുകളോ പറയുന്നത്, ഞങ്ങൾ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ. അച്ഛൻ ചോദിക്കും, ഏതാണ് സഭ? അത് ഇന്ന സഭയാണ്, ആ സഭയിലേക്ക് നമ്മുടെ സഭയിൽ നിന്ന് കുറി കൊടുക്കുകയില്ല, അത് നടക്കില്ല എന്ന് പറയും. അതല്ല, എനിക്ക് ആ പെൺകുട്ടി ആ സഭയിലേക്ക് തന്നെ അയക്കണം എന്ന് പറഞ്ഞാൽ ആ ചില സഭക്കാർ ആ വീട്ടുകാരെ തന്നെ സഭയിൽ നിന്നും ഒഴിവാക്കും. മറ്റു ചിലർ പറയുന്നത് ആ പെൺകുട്ടിയെ സഭയിൽ നിന്നും ഒഴിവാക്കി നിങ്ങൾ അവരുടെ പള്ളിയിൽ ചേർന്നോ, അവരുടെ കുറി ആര് വാങ്ങുന്നോ അവരുടെ കൂടെ വിവാഹം ചെയ്ത് കൊള്ളാൻ പറയും. ഇതാണ് ക്രിസ്ത്യാനികളുടെ രീതി. മറിച്ച് ഹിന്ദുവിന് അങ്ങനില്ല, മുസ്ലിമിനും അങ്ങനില്ല. ക്രിസ്ത്യാനികൾ ഒരു ദൈവത്തെ പ്രസംഗിക്കുന്ന, ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ഇവരാരും പരസ്പരം സഭകൾ കുറികൾ കൈമാറ്റം ചെയ്യാറില്ല. അതിൽ ഏറ്റവും വലിയ നിശ്ചയദാർഢ്യത്തോടു കൂടി നിലനിൽക്കുന്നത് പെന്തക്കോസ്തുകാരാണ്. സഭകൾ തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞാലും ഒരു പെന്തക്കോസ്തു പെണ്ണിനെ CSI സഭയിലോ ഓർത്തഡോക്സ് സഭയിലോ കത്തോലിക്ക സഭയിലോ ഇവാഞ്ചലിക്കൽ സഭയിലോ വിവാഹം ചെയ്ത് കൊടുക്കുകയില്ല. ഇതാണ് വൈരുദ്ധ്യം. പെന്തക്കോസ്തുകാർ കൊടുക്കാത്തതിന്റെ കാര്യം, ഞങ്ങളുടെ പെൺകുട്ടി അന്യഭാഷ പറയുന്നവളും ദൈവത്തെ അറിയുന്നവളും സ്നാനം മുങ്ങിയവളും അഭിഷേകം പ്രാപിച്ചവളുമാണ്. ഇവരെ ഞങ്ങൾ പള്ളിക്കുള്ളിൽ ഒരു തൊട്ടി വെച്ചിട്ട് അതിൽ വെള്ളം വെച്ച് നെറ്റിയിൽ മുട്ടിച്ചിട്ട് മാമോദിസ മുക്കുന്നവരുടെ കൂടെ എന്റെ പെൺകുട്ടിയെ തരികയില്ല എന്ന് പറയും. എന്റെ പെൺകുട്ടിയെ സ്നാനം മുങ്ങിയ അഭിഷേകം പ്രാപിച്ച അന്യഭാഷ പറയുന്ന ഇങ്ങനെയുള്ള ആളുകളുടെ മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ. ഇത് ഒരു സഭയല്ല, ഒരു വിശ്വാസമല്ല, ഒരു രീതിയല്ല. സെവൻത് ഡേക്കാരും അങ്ങനെ തന്നെയാണ്. അപ്പോസ്തോലിക് സഭ എന്ന് പറയാം. അതായത് പെന്തക്കോസ്റ്റ് സഭകളെയാണ് അപ്പോസ്തോലിക്ക സഭകൾ എന്ന് പറയുന്നത്. അപ്പോസ്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ അപ്പോസ്തോലന്മാർ സ്ഥാപിച്ച സഭയുടെ പരമ്പരയാണ് അപ്പോസ്തോലിക്ക സഭ എന്ന് പറയുന്നത്. അതിൽ സെവൻത് ഡേക്കാർ അവരുടെ പെൺകുട്ടിയെ മറ്റൊരു സഹകാരം കെട്ടുകയില്ല. ഇവർ കുറി കൊടുക്കുമോ? കൊടുക്കില്ലെന്നാണ് എന്റെ വിശ്വാസം. മറ്റൊരാളുടെ കുറി ഇവർ സ്വീകരിക്കുമില്ല. അഥവാ വേറൊരു സഭയിലേക്ക് പെൺകുട്ടി പോയാൽ അവരെ സഭ മൊഴി ചൊല്ലിവിട്ടതിന് തുല്യമാണ്. അവരെ പിന്നെ അവർക്ക് വേണ്ട. ഇതാണ് സഭയുടെ വൈരുദ്ധ്യം. ഇതാണ് മതത്തിന് ഉള്ളിലെ മതം എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കിത് കേട്ടിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് മതത്തിന് ഉള്ളിലെ മതമാണ്. ഈ മതമാണ്, ഇതാണ് ഇവിടുത്തെ വിശ്വാസം. ക്രിസ്തു പറഞ്ഞതൊന്നും അതുപോലെ വിശ്വസിച്ചുകൊണ്ട് പോകുന്നവരല്ല ക്രിസ്ത്യാനികൾ. അവർക്ക് ആ സഭയുടേതായ ചട്ടക്കൂട്ടുകൾ നിർമ്മിച്ചുകൊണ്ട് അവർ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും നമ്പർ 1 പെന്തക്കോസ്തുകാരാണ്. അവരുടെ പെൺകുട്ടിയെ പെന്തക്കോസ്റ്റ് സഭയിലല്ലാതെ ഒരൊറ്റ സ്ഥലത്തും അവർ കെട്ടിച്ചു വിടുകയില്ല. അഥവാ ഒരു പെന്തക്കോസ്റ്റ് പെൺകുട്ടിയെ മറ്റൊരു സഭയിൽ വിവാഹം കഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ സഭ അവരെ മൊഴി ചൊല്ലിക്കളഞ്ഞാണ്. അവർക്ക് ആ പെൺകുട്ടിയെ വേണ്ട. ചിലർ ആ വീട്ടുകാരെ തന്നെ വേണ്ടെന്ന് വയ്ക്കും. ഇനിയുമുണ്ട്
ക്നാനായ എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ വിഭാഗമുണ്ട്. അവർ ക്നാനായക്കാരിയല്ലാത്ത ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ അവർ ആ പെൺകുട്ടിയെ വിവാഹം ചെയ്യുവാൻ സമ്മതിക്കുകയില്ല. ഇതാണ് ക്രിസ്തുമതത്തിലെ വൈരുദ്ധ്യങ്ങൾ. ഇതാണ് ക്രിസ്തുമതം എന്ന മതത്തിനുള്ളിലെ മതങ്ങൾ. ക്രിസ്തുമതത്തെ പറ്റി അറിയാത്ത പലർക്കും ഞാൻ ഈ പറഞ്ഞ അറിവ് വലിയ ഒരു അറിവാണ്. പലർക്കും അറിഞ്ഞുകൂടാ ഇതെന്ത് സംഭവമാണെന്ന്. ഇതാണ് ഈ കാണുന്നതെല്ലാം മായയാണ്. വെറുതെ ഞങ്ങൾ ക്രിസ്ത്യാനിയാന്ന് പറയുകയാണ്. ഇവർക്കുള്ളിൽ വൈരുദ്ധ്യമുണ്ട്. ഇതുപോലുള്ള വൈരുദ്ധ്യങ്ങൾ വെച്ചു പുലർത്തുന്നവരാണ്. ഇത് മാറ്റേണ്ടത് അത്യാവശ്യമാണ്, ഈ നിഷ്ഠകൾ. പക്ഷെ ആര് മാറ്റാൻ സമ്മതിച്ചാലും പെന്തക്കോസ്തുകാർ സമ്മതിക്കുകയില്ല. അവരുടെ പെൺകുട്ടിയെ കാതിലും കഴുത്തിലും കൈകളിലും ആഭരണം ധരിക്കാത്ത ഈ വേറിട്ട ആളുകളെ അവർ ആഭരണം ധരിക്കുന്നവരുടെ കൂടെയും മാമോദിസ മുങ്ങുന്നവരുടെയും കൂടെ വിവാഹം കഴിപ്പിക്കുകയില്ല. അത് പ്രത്യേകിച്ച് പെന്തക്കോസുകാരായ TPMകാർ, അതായത് ദ പെന്തക്കോസ്റ്റ് മിഷൻ, പെന്തക്കോസുകാരുടെ കൂടെ പോലും അവരുടെ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് കൊടുക്കുകയില്ല. എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ ഇത് പറഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി ഞാൻ വരുന്നതുവരെ നമസ്കാരം.